കമ്പ്യൂട്ടറൈസ്ഡ് ഓഫീസ് മാനേജ്മെൻറ്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഫീസ് കമ്മ്യൂണിക്കേഷൻ എന്ന ചാപ്റ്ററായിരുന്നു കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ഈ ക്ലാസ്സിൽ കമ്മ്യൂണിക്കേഷൻ ത്രൂ ലെറ്റേഴ്സ്, കത്തുകളിലൂടെയുള്ള ആശയവിനിമയം എന്ന അധ്യായമാണ് നാം ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഓഫീസ് ജോലികൾ പലതും ആരംഭിക്കുന്നത് അവിടേക്കുള്ള തപാലുകൾ അല്ലെങ്കിൽ കത്തുകൾ എത്തുന്നതോടെയാണ്. കൂടാതെ ഓഫീസ് ജോലികൾ മിക്കതും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കത്തുകളുടെ തയ്യാറാക്കലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വ്യത്യസ്ത ഓഫീസ് സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള കത്തുകൾ തയ്യാറാക്കുന്നതിനെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ നാം ചർച്ച ചെയ്യുന്നത്. നമുക്ക് നേരിട്ട് ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കാം. ആദ്യമായി മീനിങ് ഓഫ് കറസ്പോണ്ടൻസ്. ദി കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ ബൈ ലെറ്റേഴ്സ് ഈസ് റെഫേർഡ് ടു ആസ് കറസ്പോണ്ടൻസ്. കത്തുകളിലൂടെയുള്ള ആശയവിനിമയത്തെയാണ് കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ ബൈ ലെറ്റേഴ്സ്. ഇറ്റ് മീൻസ് കമ്മ്യൂണിക്കേഷൻ ഇൻ റൈറ്റിംഗ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺ മാറ്റേഴ്സ് ഓഫ് കോമൺ ഇൻട്രസ്റ്റ്. പൊതു താൽപ്പര്യമുള്ള ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ വ്യക്തികളും സ്ഥാപനങ്ങളും തമ്മിലുള്ള ലിഖിത രൂപത്തിലുള്ള ആശയവിനിമയം എന്നാണ് കറസ്പോണ്ടൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് ഈസ് ആൻ എഫക്റ്റീവ് മീഡിയം ടു സെൻഡ് ലോങ് മെസ്സേജസ് വിത്ത് ലോ കോസ്റ്റ്. ദൈർഘ്യമേറിയ സന്ദേശങ്ങൾ ചുരുങ്ങിയ ചിലവിൽ അയക്കാനുള്ള ഫലപ്രദമായ ഒരു മാധ്യമമാണ് കറസ്പോണ്ടൻസ്. അടുത്തതായി നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് കറസ്പോണ്ടൻസ്, കറസ്പോണ്ടൻസിൻ്റെ പ്രാധാന്യം. കറസ്പോണ്ടൻസിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഇവിടെ ആദ്യമേ തന്നിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ഈസ് ആസ് ഇമ്പോർട്ടൻ്റ് ടു ബിസിനസ് ആസ് റെസ്പിറേഷൻ ടു ഹ്യൂമൻ ലൈഫ്. മനുഷ്യജീവന് ശ്വസന പ്രക്രിയക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതുപോലെ പ്രാധാന്യമുള്ളതാണ് ഒരു വ്യാപാര സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ശ്വാസോച്ഛ്വാസം ഇല്ല എങ്കിൽ മനുഷ്യജീവൻ നിലനിൽക്കില്ല. അതുപോലെ ആ സ്ഥാപനത്തിലേക്കുള്ള കറസ്പോണ്ടൻസ് എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായ വിവരങ്ങൾ ലഭിക്കുവാൻ സാധിക്കില്ല എന്നാണ് ഇതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടുന്നത്. ഫോളോയിങ് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് കറസ്പോണ്ടൻസ്. ഫസ്റ്റ് വൺ, ഇറ്റ് കൺവേ മെസ്സേജസ് എഫക്റ്റീവ്ലി. ആശയങ്ങൾ ഫലപ്രദമായി കൈമാറ്റം ചെയ്യാൻ കറസ്പോണ്ടൻസിന് കഴിയുന്നു. നമ്പർ 2, ഇറ്റ് ഓപ്പൺസ് അപ്പ് ആൻഡ് മെയിൻറ്റെയിൻസ് ബിസിനസ് റിലേഷൻഷിപ്സ്. വ്യാപാര ബന്ധങ്ങൾ ആരംഭിക്കുന്നതിനും നിലനിർത്തുന്നതിനും കറസ്പോണ്ടൻസ് സഹായിക്കുന്നു. 3, ഇറ്റ് ഹെൽപ്സ് ടു ഇനീഷ്യേറ്റ്, കണ്ടക്ട് ആൻഡ് കൺക്ലൂഡ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. വ്യാപാര ഇടപാടുകൾ തുടങ്ങിവെക്കുന്നതിനും നടത്തിക്കൊണ്ടു പോകുന്നതിനും അവസാനിപ്പിക്കുന്നതിനും കറസ്പോണ്ടൻസ് ആവശ്യമാണ്, അല്ലെങ്കിൽ കറസ്പോണ്ടൻസ് സഹായിക്കുന്നു. 4, ഇറ്റ് ക്രിയേറ്റ്സ് ഗുഡ് വിൽ ഫോർ ദി ബിസിനസ്. വ്യാപാര സ്ഥാപനത്തിൻ്റെ പ്രശസ്തി മൂല്യം സൃഷ്ടിക്കുന്നതിന്, വർദ്ധിപ്പിക്കുന്നതിന് കറസ്പോണ്ടൻസ് സഹായകമാവുന്നു. നെക്സ്റ്റ്, ഇറ്റ് ആക്ട് ആസ് ആൻ അഡ്വർടൈസ്മെൻറ്റ് ഫോർ ദി ബിസിനസ്. വ്യാപാര സ്ഥാപനത്തിൻ്റെ നല്ല ഒരു പരസ്യമായി നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും അയക്കുന്ന കറസ്പോണ്ടൻസ്
അല്ലെങ്കിൽ കത്തിടപാടുകൾ സഹായകമാവുന്നു. നെക്സ്റ്റ് വൺ, ഇറ്റ് റിസൾട്ട്സ് ഇൻ ഇൻക്രീസ്ഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സ്ഥാപനത്തിൻ്റെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉയർന്ന വിപണനത്തിന് കത്തിടപാടുകൾ സഹായകമാകുന്നു. നെക്സ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് റിട്ടൺ എവിഡൻസ് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയത്തിൻ്റെ എഴുതപ്പെട്ട തെളിവായി കരുതി വയ്ക്കാൻ കത്തിടപാടുകൾ നമുക്ക് ഉപയോഗിക്കാം. ആ അർത്ഥത്തിലും കറസ്പോണ്ടൻസ് വളരെ പ്രാധാന്യമുള്ളതാണ്. ദ ലാസ്റ്റ് വൺ, ഇറ്റ് അവോയ്ഡ്സ് പേഴ്സണൽ കോൺവെർസേഷൻ. വ്യക്തിപരമായ സംഭാഷണങ്ങളെ ഒഴിവാക്കുന്നതിന് കത്തിടപാടുകൾ നമ്മെ സഹായിക്കുന്നുണ്ട്. ദീസ് ആർ ദി വേരിയസ് പോയിൻറ്റ്സ് ഓഫ് ഇമ്പോർട്ടൻസ് ഓഫ് കറസ്പോണ്ടൻസ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സ്ട്രക്ചർ ഓഫ് എ ബിസിനസ് ലെറ്റർ ഓർ പാർട്സ് ഓഫ് എ ബിസിനസ് ലെറ്റർ. ഒരു വ്യാപാര കത്തിൻ്റെ ഘടന. വലതുഭാഗത്തെ ബോക്സിൽ ഒരു കത്തിൻ്റെ ഘടന അല്ലെങ്കിൽ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഈ ഭാഗങ്ങൾ ക്രമപ്രകാരം തയ്യാറാക്കുമ്പോഴാണ് നല്ല ഒരു വ്യാപാര കത്ത് ഉണ്ടാകുന്നത്. ഒരു കത്തിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹെഡിങ്, നമ്പർ ആൻഡ് ഡേറ്റ്, ഇൻസൈഡ് അഡ്രസ്, സല്യൂട്ടേഷൻ, സബ്ജക്റ്റ് ആൻഡ് റെഫറൻസ്, ബോഡി ഓഫ് ദി ലെറ്റർ, കോംപ്ലിമെൻ്ററി ക്ലോസ്, സിഗ്നേച്ചർ, എൻക്ലോഷർ, പോസ്റ്റ് സ്ക്രിപ്റ്റ്. ദീസ് ആർ ദി വേരിയസ് പാർട്സ് ഓഫ് എ ബിസിനസ് ലെറ്റർ. ഇനി ഇവ ഓരോന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. ഫസ്റ്റ് പാർട്ട്, ദി ഹെഡിങ്. ദി ഹെഡിങ് ഓഫ് എ ലെറ്റർ ഇൻക്ലൂഡ്സ് ദി അഡ്രസ് ഓഫ് ദി പേഴ്സൺ ഓർ ബിസിനസ് ഫേം റൈറ്റിംഗ് ഇറ്റ്. കത്ത് തയ്യാറാക്കുന്ന സ്ഥാപനത്തിൻ്റെയോ വ്യക്തിയുടെയോ മേൽവിലാസമാണ് ഹെഡിങ്ങിൽ ഉൾപ്പെടുന്നത്. യൂഷ്വലി ബിസിനസ് ഫേംസ് യൂസ് പ്രിൻ്റഡ് ലെറ്റർ ഹെഡ്സ്. സാധാരണ കത്തുകൾ തയ്യാറാക്കുന്നതിന് പ്രിൻ്റ് ചെയ്ത ലെറ്റർ ഹെഡുകളാണ് വ്യാപാര സ്ഥാപനങ്ങൾ ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ ലെറ്റർ ഹെഡുകൾ ഉപയോഗിക്കുമ്പോൾ ഇൻ ദാറ്റ് ലെറ്റർ ഹെഡ് ദി നേച്ചർ ഓഫ് ബിസിനസ്, ടെലിഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ് ആർ ഗിവൺ ഇൻ അഡീഷൻ ടു ദി നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഫേം. അങ്ങനെ കത്തുകൾ തയ്യാറാക്കാൻ ലെറ്റർ ഹെഡ് ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് പേര്, മേൽവിലാസം എന്നിവയ്ക്ക് പുറമെ വ്യാപാര സ്ഥാപനത്തിൻ്റെ സ്വഭാവം, ടെലിഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് എന്നിവ കൂടി ഉൾപ്പെടുത്താവുന്നതാണ്. താഴെ തന്നിരിക്കുന്ന ഉദാഹരണം ശ്രദ്ധിക്കുക. ദി ഈസ്റ്റ് ഇന്ത്യ എൻ്റർപ്രൈസസ്. കത്ത് തയ്യാറാക്കുന്ന സ്ഥാപനത്തിൻ്റെ പേരാണ്. പക്ഷെ അങ്ങനെ ഒരു പേര് കണ്ടാൽ നമുക്ക് ഈ സ്ഥാപനത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സ്ഥാപനത്തെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി അതിൻ്റെ നേച്ചർ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു. ഡീലേഴ്സ് ഇൻ ഓഫീസ് സ്റ്റേഷനറി ഐറ്റംസ്. തുടർന്ന് മേൽവിലാസം, അതിൻ്റെ ഡീറ്റെയിൽസ്, സ്ഥലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, മാർക്കറ്റ് റോഡ്, കൊല്ലം, കേരള. കൂടാതെ സ്ഥാപനത്തിൻ്റെ ടെലിഫോൺ നമ്പർ, ഇമെയിൽ വിലാസം എന്നിവ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. നെക്സ്റ്റ് പാർട്ട് ഓഫ് എ ലെറ്റർ ഈസ് ദി നമ്പർ ആൻഡ് ഡേറ്റ്. ഫസ്റ്റ് വൺ, നമ്പർ. എ നമ്പർ ഈസ് ഗിവൺ ടു ഈച്ച് ലെറ്റർ ഫോർ ഇറ്റ്സ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ആസ് എ കോഡ് നമ്പർ. കത്തുകളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് അവയ്ക്ക് നമ്പർ സാധാരണ നൽകുന്നത്. കോഡ് നമ്പറുകളുടെ രൂപത്തിലാണ് കത്തുകൾക്ക് നമ്പർ നൽകാറുള്ളത്. ഇവിടെയുള്ള ഉദാഹരണം ശ്രദ്ധിക്കാം. A1 ബ്രാക്കറ്റിൽ 2/2020-21.
ഈ ഒരു നമ്പർ കാണുന്ന സമയത്ത് സ്ഥാപനത്തിലെ ഏത് ഫയലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇത് 2020-21 സാമ്പത്തിക വർഷത്തിൽ A1 വിഭാഗത്തിലെ രണ്ടാമത് പേപ്പറാണ് എന്ന് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാം. നെക്സ്റ്റ്, ഡേറ്റ്. ദി ഡേറ്റ് ലൈൻ കണ്ടെയ്ൻസ് ദി മന്ത്, ഡേ ഓഫ് ദി മന്ത് ആൻഡ് ദി ഇയർ. വർഷവും മാസവും മാസത്തിലെ ദിവസവുമാണ് ഡേറ്റ് ലൈനിൽ ഉൾക്കൊള്ളുക. ഇനി എവിടെയാണ് ഈ ഡേറ്റ് ലൈൻ നമ്മൾ ഒരു ലെറ്ററിൽ എഴുതുക? ഇറ്റ് ഈസ് യൂഷ്വലി റിട്ടൺ ഓൺ ദി ടോപ്പ് റൈറ്റ് സൈഡ് ഓഫ് ദി ലെറ്റർ ബിലോ ദി ഹെഡിങ് ആൻഡ് ഇറ്റ്സ് പ്ലേസ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സ്റ്റൈൽ ഓഫ് ദി ലെറ്റർ. ഹെഡിങ്ങിന് താഴെ മുകൾ ഭാഗത്ത് വലതുവശത്തായാണ് തീയതി നാം രേഖപ്പെടുത്തുക. എങ്കിലും കത്തിൻ്റെ രചനാ രീതിക്കനുസരിച്ച് അവയുടെ സ്ഥാനത്തിൽ വ്യത്യാസം വരാം. സാധാരണ ലെറ്ററിൽ എഴുതുന്ന ഒരു രീതിയാണ് ഉദാഹരണമായി ഇവിടെ തന്നിരിക്കുന്നത്. April 18, 2016. അടുത്തത് ദി ഇൻസൈഡ് അഡ്രസ്. ദി ഇൻസൈഡ് അഡ്രസ് കൺസിസ്റ്റ് ഓഫ് ദി നെയിം ആൻഡ് കംപ്ലീറ്റ് അഡ്രസ് ഓഫ് ദി പേഴ്സൺ ഓർ ഫേം ടു ഹും ദി ലെറ്റർ ഈസ് റിട്ടൺ. ആർക്കാണോ കത്ത് എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ പേരും പൂർണ്ണമായ വിലാസവുമാണ് ഇൻസൈഡ് അഡ്രസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദി യൂഷ്വൽ ലേഔട്ട് ഓഫ് ദി അഡ്രസ് ഈസ് ഗിവൺ ബിലോ. സാധാരണ ഇൻസൈഡ് അഡ്രസ് എഴുതുന്ന ഒരു ഉദാഹരണമാണ് താഴെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ മെസ്സേഴ്സ് ഗാംഗുലി അസോസിയേറ്റ്സ്, പോസ്റ്റ് ബോക്സ് നമ്പർ 57, വെസ്റ്റ് കോസ്റ്റ് റോഡ്, ഹൗറ. ഇടതുഭാഗം മാർജിനോട് ചേർത്ത് നാം ഏത് സ്ഥാപനത്തിനാണോ ഇവിടെ കത്തയക്കുന്നത്, ഗാംഗുലി അസോസിയേറ്റ്സിനാണ്, അവരെ തിരിച്ചറിയുന്ന സ്ഥലവും മറ്റു കാര്യങ്ങളുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി ഇൻസൈഡ് അഡ്രസ്സ് കത്തുകളിൽ രേഖപ്പെടുത്തുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായുണ്ട്. അതിലൊന്നാമത്തത്, when letters are addressed to individuals, the appropriate titles such as Mr., Miss or Mistress or Sri, Srimati should always be used before their name. എന്ന് പറഞ്ഞാൽ വ്യക്തികളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അവരുടെ പേരിന് മുമ്പായി മിസ്റ്റർ ഓർ മിസ്ട്രസ് ഓർ മിസ് അല്ലെങ്കിൽ ശ്രീ, ശ്രീമതി എന്ന് ഉപയോഗിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, മിസ്റ്റർ രമേശ്, മിസ് മായ. അടുത്തത്, ദി ടൈറ്റിൽ മെസ്സേഴ്സ്, അതിൻ്റെ ഷോർട്ട് ഫോം ആണ് M.S. ദി ടൈറ്റിൽ മെസ്സേഴ്സ് ഈസ് യൂസ്ഡ് ബിഫോർ ദി ഫേംസ് ആൻഡ് ദി നെയിം ഓഫ് കമ്പനീസ് വിത്ത് പേഴ്സണൽ നെയിം. വ്യക്തികളുടെ പേരോടുകൂടിയ കമ്പനികളെയോ ഫേമിനെയോ അഡ്രസ്സ് ചെയ്യുമ്പോൾ മെസ്സേഴ്സ് എന്ന ടൈറ്റിൽ ഉപയോഗിക്കാം. ഉദാഹരണമായി ഇൻസൈഡ് അഡ്രസ്സിൽ നമ്മൾ രേഖപ്പെടുത്തിയ മെസ്സേഴ്സ് ഗാംഗുലി അസോസിയേറ്റ്സ്, ഗാംഗുലി എന്നുള്ള പേര് വന്നതുകൊണ്ട് തന്നെ മെസ്സേഴ്സ് എന്ന് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. അടുത്തത്, വേർ എ ഫേം കൺസിസ്റ്റ് ഓഫ് ലേഡീസ് ഓൺലി, ദി വേർഡ് മാഡംസ് ഷുഡ് ബി യൂസ്ഡ്. സ്ത്രീകൾ മാത്രമുള്ള ഒരു ഫേമാണ് എങ്കിൽ നമുക്ക് മാഡം എന്ന് ഉപയോഗിക്കാം. നെക്സ്റ്റ് വൺ, ദി ഫേംസ് ഓർ കമ്പനീസ് ഹാവിംഗ് ഇംപേഴ്സണൽ നെയിംസ്, ദി ടൈറ്റിൽ മെസ്സേഴ്സ് ആർ നോട്ട് യൂസ്ഡ്. നേരത്തെ മെസ്സേഴ്സ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. വ്യക്തികളുടെ പേരുകളുള്ള സ്ഥാപനത്തിന് മെസ്സേഴ്സ് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ വ്യക്തിപരമല്ലാത്ത പേരുകളുള്ള കമ്പനികളെയോ
ഫേമുകളെയോ അഡ്രസ്സ് ചെയ്യുമ്പോൾ മെസ്സേഴ്സ് എന്ന പദം നമ്മൾ ഉപയോഗിക്കുവാൻ പാടില്ല. ഉദാഹരണമായി ദി വൈറ്റ് ലൈൻ എൻ്റർപ്രൈസസ്. ഈ വൈറ്റ് ലൈൻ എന്നുള്ള വാക്ക് ഒരു വ്യക്തിയുടെ പേരല്ല, അതുകൊണ്ട് അവിടെ മെസ്സേഴ്സ് വൈറ്റ് ലൈൻ എൻ്റർപ്രൈസസ് എന്ന് എഴുതേണ്ടതില്ല. വൈറ്റ് ലൈൻ എൻ്റർപ്രൈസസ് എന്ന് എഴുതിയാൽ മതിയാകും. അടുത്തത്, ഇൻ റൈറ്റിംഗ് ടു ലിമിറ്റഡ് കമ്പനീസ്, ലോക്കൽ അതോറിറ്റീസ്, പ്രൊഫഷണൽ ബോഡീസ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സെട്ര, ഇറ്റ് ഈസ് യൂഷ്വൽ ടു അഡ്രസ് ആൻ ഒഫീഷ്യൽ. നമ്മൾ ഒരു കമ്പനിയെയോ ലോക്കൽ അതോറിറ്റി അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇവരെയൊക്കെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് എങ്കിൽ അവിടെ ഒരു ഒഫീഷ്യലിനെ അഡ്രസ്സ് ചെയ്യുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഉദാഹരണം, ദി സെക്രട്ടറി ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി or the general manager of a company, etc. Next part, the salutation. Salutation is used as a means of greeting, or salutation means greeting. ആരെയാണോ നമ്മൾ കത്തിൽ അഡ്രസ്സ് ചെയ്യുന്നത് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യലാണ് സല്യൂട്ടേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കോമൺലി യൂസ്ഡ് സല്യൂട്ടേഷൻസ് ആർ ഗിവൺ ബിലോ. ലെറ്ററിൽ ഉപയോഗിക്കുന്ന ചില സല്യൂട്ടേഷൻസ് ചുവടെ തന്നിരിക്കുന്നു. വെൻ അഡ്രസ്സിങ് എ ഗവൺമെൻറ് എംപ്ലോയി, ഒരു ഒഫീഷ്യൽ ലെറ്ററിൽ ഗവൺമെൻറ് എംപ്ലോയിയെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ സർ എന്ന സല്യൂട്ടേഷൻ ഉപയോഗിക്കണം. വെൻ അഡ്രസ്സിങ് ആൻ ഇൻഡിവിജ്വൽ ഇൻ ഹിസ് നെയിം ഓർ ഡെസിഗ്നേഷൻ, ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ പേരിലോ സ്ഥാനപ്പേരിലോ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഡിയർ സർ എന്ന സല്യൂട്ടേഷൻ ഉപയോഗിക്കുക. വെൻ അഡ്രസ്സിങ് എ ലേഡി, ഒരു ലേഡിയെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ മാഡം എന്ന് ഉപയോഗിക്കുക. വെൻ അഡ്രസ്സിങ് എ കമ്പനി, പൊതുവായി നമുക്ക് മെസ്സേഴ്സ് എന്ന് ഉപയോഗിക്കാം. വെൻ അഡ്രസ്സിങ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു കൂട്ടം ആളുകളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ അവിടെ ഉപയോഗിക്കാവുന്ന സല്യൂട്ടേഷൻ ജെന്റിൽമെൻ എന്നാണ്. വെൻ അഡ്രസ്സിങ് ദി എഡിറ്റർ ഓഫ് എ ന്യൂസ് പേപ്പർ, വി ക്യാൻ യൂസ് ദി സല്യൂട്ടേഷൻ ആസ് എ സർ. ന്യൂസ് പേപ്പറിലെ എഡിറ്ററെ അഡ്രസ്സ് ചെയ്യുമ്പോൾ സർ എന്നാണ് ഉപയോഗിക്കേണ്ടുന്നത്. നെക്സ്റ്റ് പാർട്ട് ഓഫ് എ ബിസിനസ് ലെറ്റർ ഈസ് സബ്ജക്റ്റ് ആൻഡ് റഫറൻസ്, വിഷയവും സൂചനയും. സബ്ജക്റ്റ് ആൻഡ് റഫറൻസ് ഈസ് റിട്ടൺ ബിലോ ടു ദി സല്യൂട്ടേഷൻ. സല്യൂട്ടേഷന് തൊട്ട് താഴെയായിട്ടാണ് ഒരു ലെറ്ററിൽ നമ്മൾ സബ്ജക്റ്റും റഫറൻസും രേഖപ്പെടുത്താറുള്ളത്. സബ്ജക്റ്റ് ഈസ് ദി കണ്ടന്റ് ഓഫ് ദി ലെറ്റർ ഇൻ ബ്രീഫ്. ലെറ്ററിലെ വിഷയത്തെ ഏറ്റവും ചുരുക്കി പ്രതിപാദിക്കുന്നതാണ് സബ്ജക്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സബ്ജക്റ്റ് ഈസ് ഹെൽപ്ഫുൾ ടു ഫൈൻഡ് ഔട്ട് ദി സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദി ലെറ്റർ അറ്റ് എ ഗ്ലാൻസ്. ഒറ്റ നോട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ വിശദമായി വായിക്കാതെ കത്തിലെ വിഷയം എന്താണ് എന്ന് കണ്ടെത്താൻ സഹായിക്കുന്നതാണ് ഈ സബ്ജക്റ്റ് എന്ന ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ധർമ്മമാണ് സബ്ജക്റ്റ് എന്ന പാർട്ട് നിർവഹിക്കുന്നത്. നെക്സ്റ്റ്, റെഫറൻസ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദി ഫോളോ അപ്പ് ഓഫ് ദി ഏർലിയർ കറസ്പോണ്ടൻസ്. മുൻപത്തെ ഏത് കത്തിടപാടിൻ്റെ തുടർച്ചയായാണ് ഈ കത്ത് എന്ന് സൂചിപ്പിക്കാനാണ് റെഫറൻസ് നാം ഉപയോഗിക്കാറുള്ളത്. ഇറ്റ് പോയിൻറ്റ്സ് ഔട്ട് ദി നീഡ് ഫോർ റെഫറൻസ് ഓഫ് ദി പാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഒരു കത്ത് തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുന്ന സമയത്ത് പലപ്പോഴും കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുൻപേ അയച്ച കമ്മ്യൂണിക്കേഷൻ റെഫർ ചെയ്യേണ്ടുന്നതിൻ്റെ ആവശ്യകതയാണ് റെഫറൻസ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, ദി ബോഡി ഓഫ് ദി ലെറ്റർ.
This part is the message or content of the letter. It is the most important part of the letter. ഒരു ലെറ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ബോഡി ഓഫ് ദി ലെറ്റർ. ആൻഡ് ദിസ് പാർട്ട് ഇൻക്ലൂഡ് ദി മെസ്സേജ് ഓർ കണ്ടന്റ് ഓഫ് ദി ലെറ്റർ. ആ കത്തിലൂടെ എന്ത് ആശയമാണോ മറ്റൊരാളിലേക്ക് നാം എത്തിക്കാൻ ശ്രമിക്കുന്നത് ആ ഭാഗം ഉൾക്കൊള്ളുന്നതാണ് ബോഡി ഓഫ് ദി ലെറ്റർ. ദി ബോഡി ഓഫ് ദി ലെറ്റർ കൺസിസ്റ്റ് ഓഫ് 3 sections: introductory paragraph, the main theme, and the closing paragraph. ബോഡി ഓഫ് ദി ലെറ്റർ തയ്യാറാക്കുമ്പോൾ സാധാരണ അത് 3 ഭാഗങ്ങളായി ചെയ്യുന്നതാണ് ഉചിതം. ഒരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് കൊടുക്കുക, ഒരു ആമുഖ പാര, അതോടൊപ്പം ലെറ്ററിൽ നാം ഉൾക്കൊള്ളിക്കാൻ എന്ത് വിഷയമാണോ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വിഷയം ഉൾക്കൊള്ളുന്ന ഒരു മെയിൻ പാരഗ്രാഫ്, ആൻഡ് ലെറ്ററിൻ്റെ അവസാനം എന്ന രൂപത്തിലൊരു ക്ലോസിംഗ് പാരഗ്രാഫ്. നെക്സ്റ്റ് പാർട്ട് ഓഫ് എ ബിസിനസ് ലെറ്റർ ഈസ് ദി കോംപ്ലിമെൻ്ററി ക്ലോസ്. ദി കോംപ്ലിമെൻ്ററി ക്ലോസ് ഇൻഡിക്കേറ്റ് ദി എൻഡ് ഓഫ് എ ലെറ്റർ. കോംപ്ലിമെൻ്ററി ക്ലോസ് ഒരു ലെറ്ററിൻ്റെ എൻഡ്, അവസാനത്തെയാണ്, അല്ലെങ്കിൽ ലെറ്റർ അവസാനിപ്പിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് കോംപ്ലിമെൻ്ററി ക്ലോസ് എന്ന് പറയുന്നത്. ഒരു ലെറ്ററിൽ സാധാരണ ഉപയോഗിക്കുന്ന ചില കോംപ്ലിമെൻ്ററി ക്ലോസുകളാണ് ചുവടെ പ്രതിപാദിച്ചിരിക്കുന്നത്. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവേഴ്സ് ട്രൂലി, യുവേഴ്സ് വെരി ട്രൂലി, യുവേഴ്സ് സിൻസിയർലി, യുവേഴ്സ് റെസ്പെക്റ്റ്ഫുള്ളി. ഇവയൊക്കെയാണ് സാധാരണ ലെറ്ററിൽ ഉപയോഗിക്കുന്ന കോംപ്ലിമെൻ്ററി ക്ലോസ്. നെക്സ്റ്റ് പാർട്ട് ഓഫ് എ ബിസിനസ് ലെറ്റർ ഈസ് ദി സിഗ്നേച്ചർ. എവരി ലെറ്റർ should bear the writer's signature. It is put immediately after the complimentary clause. ഏതൊരു ലെറ്ററിലും ആ ലെറ്റർ എഴുതിയിരിക്കുന്ന, അതല്ലെങ്കിൽ ആ ലെറ്ററിൽ ഒപ്പിടാൻ അധികാരപ്പെട്ട വ്യക്തിയുടെ ഒപ്പ് ഉണ്ടായിരിക്കണം. ഈ ഒപ്പ് അല്ലെങ്കിൽ സിഗ്നേച്ചർ എന്ന ഭാഗം ഇറ്റ് ഈസ് പുട്ട് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി കോംപ്ലിമെൻ്ററി ക്ലോസ്. തൊട്ട് മുമ്പേ നമ്മൾ ചർച്ച ചെയ്തത് കോംപ്ലിമെൻ്ററി ക്ലോസ് എന്ന ഭാഗത്തെക്കുറിച്ചാണ്. ആ കോംപ്ലിമെൻ്ററി ക്ലോസിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നാം സിഗ്നേച്ചർ രേഖപ്പെടുത്താറുള്ളത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദി സിഗ്നേച്ചർ ഷുഡ് ബി റിട്ടൺ ഇൻ ഇങ്ക്. അവിടെ മഷി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇങ്ക് പെൻ ഉപയോഗിച്ചുകൊണ്ടാണ് നാം ഒപ്പ് രേഖപ്പെടുത്തേണ്ടുന്നത്. പെൻസിൽ പോലെയുള്ള തിരുത്തലുകൾ പെട്ടെന്ന് വരുത്താൻ കഴിയുന്ന ഡിവൈസ് ഉപയോഗിക്കരുത് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Then it is a good practice to type the name or designation of the writer below the signature. സാധാരണ നമ്മൾ പേരെഴുതി ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ ഒപ്പിന് താഴെയായിട്ട് ഒപ്പിടുന്ന വ്യക്തിയുടെ പേരും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻ, സ്ഥാനപ്പേര് കൂടി രേഖപ്പെടുത്തുന്നത് നല്ലതാണ്. നൗ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ആർ യൂസ്ഡ് ഫോർ പുട്ടിംഗ് സിഗ്നേച്ചർ ഇൻ സം ഓഫീസസ്. ഇന്ന് പേപ്പർലെസ് ഓഫീസിൻ്റെ അല്ലെങ്കിൽ ഡിജിറ്റൽ ഫയലിങ്ങിൻ്റെ ഒരു കാലഘട്ടമാണ്. പേപ്പറുകളുടെ ഉപയോഗം പരമാവധി ഓഫീസിൽ കുറയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ പേപ്പറിൽ നേരിട്ട് ഒപ്പിടുന്നതിന് പകരമായിക്കൊണ്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ തന്നെ കത്തുകളിൽ പതിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് മിക്ക ഓഫീസുകളിലും അവലംബിക്കുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് എ ബിസിനസ് ലെറ്റർ ഈസ് എൻക്ലോഷർ. ലെറ്ററിൻ്റെ ഉൾച്ചേർപ്പ് അല്ലെങ്കിൽ ഉള്ളടക്കം. ഇഫ് എനി ഡോക്യുമെൻ്റ് ഈസ് അറ്റാച്ച്ഡ് വിത്ത് ദി ലെറ്റർ ഇറ്റ് ഷുഡ് ബി മെൻഷൻഡ് ആസ് എൻക്ലോഷർ. നമ്മുടെ കത്തിനോടൊപ്പം എന്തെങ്കിലും ഉൾച്ചേർപ്പ് നമ്മൾ ഉള്ളടക്കം ചെയ്യുന്നുണ്ട് എങ്കിൽ
അത് ലെറ്ററിൽ പ്രത്യേകമായി എൻക്ലോഷർ എന്ന് രേഖപ്പെടുത്തി അവിടെ നമ്മൾ കാണിച്ചിരിക്കണം. ഇറ്റ് മേ ബി പ്ലേസ്ഡ് അറ്റ് ദി ബോട്ടം ഓഫ് ദി ലെറ്റർ. ലെറ്ററിൻ്റെ ഏറ്റവും താഴെ ഇടതുഭാഗത്തായിട്ടാണ് നാം എൻക്ലോഷർ എന്ന് രേഖപ്പെടുത്താറുള്ളത്. പാർട്ട് ഓഫ് എ ബിസിനസ് ലെറ്റർ ഈസ് ദി പോസ്റ്റ് സ്ക്രിപ്റ്റ്. ഇഫ് ദി റൈറ്റർ wants to add something more to the letter after it has been completed, it may be shown as postscript. ഒരു ലെറ്റർ തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം അതിൽ ഉൾക്കൊള്ളിക്കേണ്ടതായ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം അതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത്തരം കാര്യങ്ങൾ ഈ ലെറ്ററിനോടൊപ്പം ആഡ് ചെയ്യാൻ വേണ്ടിയാണ് പോസ്റ്റ് സ്ക്രിപ്റ്റ് നമ്മൾ ഉപയോഗപ്പെടുത്താറുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്നത് എ പോസ്റ്റ് സ്ക്രിപ്റ്റ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് അൺലെസ് ഇറ്റ് ഈസ് ഹൈലി എസെൻഷ്യൽ. തീരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ മാത്രമേ ഒരു പോസ്റ്റ് സ്ക്രിപ്റ്റ് ഉപയോഗിക്കാവൂ. കാരണം ലെറ്റർ അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യവും പൂർത്തീകരിച്ചതാണ്. അതുകൊണ്ട് ഈ ലെറ്ററിനോടൊപ്പം ഒരു പോസ്റ്റ് സ്ക്രിപ്റ്റ് അത്യാവശ്യമാണെങ്കിൽ മാത്രമേ നമ്മൾ ഒരു പോസ്റ്റ് സ്ക്രിപ്റ്റ് രേഖപ്പെടുത്താൻ വേണ്ടി പാടുള്ളൂ. വെനെവർ ഇറ്റ് ഈസ് യൂസ്ഡ് ഇറ്റ് ഷുഡ് ബി അറ്റസ്റ്റഡ് ബൈ ദി റൈറ്റേഴ്സ് സിഗ്നേച്ചർ. നമ്മൾ ഒരു പോസ്റ്റ് സ്ക്രിപ്റ്റ് ഉപയോഗിക്കുകയാണ് എങ്കിൽ അതിൽ ഒപ്പിട്ടിരിക്കുന്ന ആൾ പോസ്റ്റ് സ്ക്രിപ്റ്റിൽ കൂടി അദ്ദേഹത്തിൻ്റെ ഒപ്പ് രേഖപ്പെടുത്തേണ്ടുന്നതാണ്. ദീസ് ആർ ദി ഇമ്പോർട്ടൻ്റ് പാർട്സ് ഓഫ് എ ബിസിനസ് ലെറ്റർ. ഇവയെല്ലാം വിശദമായി നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇവ എങ്ങനെയാണ് ഒരു ലെറ്ററിൽ സ്ഥാപിക്കേണ്ടുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഫോർമാറ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് സെൻട്രലൈസ് ചെയ്ത് സ്ഥാപനത്തിൻ്റെ പേരും മേൽവിലാസവുമുള്ള ഹെഡിങ് രേഖപ്പെടുത്തുന്നു. തൊട്ട് താഴെയായി ഇടതുഭാഗത്ത് ലെറ്ററിൻ്റെ നമ്പർ, അതേ ലൈനിൽ തന്നെ വലതുഭാഗത്തോട് ചേർന്ന് ഡേറ്റ്. തൊട്ട് താഴെയായി ഇൻസൈഡ് അഡ്രസ്, ആരെയാണോ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്, ആർക്കാണോ തപാൽ അയച്ചു കൊടുക്കുന്നത് അവരുടെ പേരും മേൽവിലാസവുമാണ് ഇൻസൈഡ് അഡ്രസ്. തൊട്ട് താഴെ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്ന സല്യൂട്ടേഷൻ. അതിന് തൊട്ട് താഴെയായി ലെഫ്റ്റ് മാർജിനിൽ നിന്നും അല്പം മാറി 5-7 ലെറ്റർ സ്പേസ് മാറ്റി സബ്ജക്റ്റ്, വിഷയം രേഖപ്പെടുത്തുന്നു. തൊട്ട് താഴെയായിട്ട് സൂചന, റെഫറൻസ് രേഖപ്പെടുത്തുന്നു. ലെറ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡി ഓഫ് ദി ലെറ്റർ തൊട്ട് താഴെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2-3 പാരഗ്രാഫുകളായിട്ട് നമ്മൾ രേഖപ്പെടുത്തുന്നു. ലെറ്ററിൻ്റെ ഔപചാരികമായിട്ടുള്ള സമാപനം, കോംപ്ലിമെൻ്ററി ക്ലോസ് തൊട്ട് താഴെ വലതുഭാഗം മാർജിനോട് ഏതാണ്ട് ക്ലോസ് ആയിട്ട് നമ്മൾ രേഖപ്പെടുത്തുന്നു. അതിൻ്റെ തൊട്ട് താഴെ സിഗ്നേച്ചർ, ഒപ്പ് രേഖപ്പെടുത്തുന്ന സമയത്ത് ഒപ്പിടുന്ന വ്യക്തിയുടെ പേരും സ്ഥാനപ്പേരും കൂടി ഉൾപ്പെടുത്താവുന്നതാണ്. അതിനുശേഷം ലെറ്ററിൽ എൻക്ലോഷർ, എന്തെങ്കിലും ലെറ്ററിനോടൊപ്പം ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വിവരങ്ങൾ എൻക്ലോഷറായിട്ട് രേഖപ്പെടുത്തുന്നു. പിന്നീട് ലെറ്ററിന് പോസ്റ്റ് സ്ക്രിപ്റ്റ് ഉണ്ട് എങ്കിൽ ആ കാര്യം കൂടി ലെറ്ററിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നു. ഇതാണ് ഒരു ലെറ്ററിൻ്റെ ഘടന എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ലേഔട്ട് ഓഫ് എ ലെറ്റർ. ലേഔട്ട് ഓഫ് എ ലെറ്റർ ഇൻഡിക്കേറ്റ്സ് ദി ഓവറോൾ അറേഞ്ച്മെൻറ്റ് ആൻഡ് അപ്പിയറൻസ് ഓഫ് ദി ഡിഫറൻറ്റ് പാർട്സ് ഓഫ് എ ലെറ്റർ. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു പാർട്സ് ഓഫ് എ ലെറ്റർ. ഒരു കത്തിന് വിവിധ ഭാഗങ്ങളുണ്ട്. ആ വിവിധ ഭാഗങ്ങൾ ഒരു കത്തിൽ എങ്ങനെയാണ് നാം ക്രമീകരിക്കേണ്ടുന്നത്, അതല്ലെങ്കിൽ അതിൻ്റെ ആകാരം എങ്ങനെയായിരിക്കണം എന്നതിനെയാണ് ഒരു ലേഔട്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എ ഗുഡ് ലേഔട്ട് മേക്സ് ദി ലെറ്റർ അട്രാക്റ്റീവ്. നല്ല ഒരു ലേഔട്ടാണ് എങ്കിൽ ആ ലെറ്റർ അട്രാക്റ്റീവ് ആയിരിക്കും. കാരണം ലെറ്ററിൻ്റെ അട്രാക്ഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. വായനക്കാരൻ്റെ ശ്രദ്ധ ക്ഷണിക്കുവാൻ ലെറ്ററിന് കഴിഞ്ഞിരിക്കണം. ദർ ആർ 2 ടൈപ്സ് ഓഫ് ലേഔട്ട്. 2 തരത്തിലാണ് ലേഔട്ട് ഉള്ളത്. ഫസ്റ്റ് വൺ ദി ബ്ലോക്ക് ഫോം ഓഫ് ലേഔട്ട് ആൻഡ് സെക്കൻഡ് വൺ ഇൻഡൻറ്റഡ് ഫോം ഓഫ് ലേഔട്ട്. ഫസ്റ്റ് വൺ ബ്ലോക്ക് ഫോം. ഓൾ ലൈൻസ് ബിഗിൻ ക്ലോസ് ടു ദി ലെഫ്റ്റ് മാർജിൻ. ബ്ലോക്ക് ഫോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ലൈനുകളും ഇടത് മാർജിനോട് ചേർത്ത് എഴുതുന്നതിനെയാണ് ബ്ലോക്ക് ഫോം എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇൻഡൻറ്റഡ് ഫോം, ദാറ്റ് ഈസ് പാരഗ്രാഫ് ഫോം വിച്ച് ഗീവ്സ് എ ബാലൻസ്ഡ് അപ്പിയറൻസ്. ഇവിടെ
ഒരു പാരഗ്രാഫിൻ്റെ രൂപത്തിലാണ്, അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് അപ്പിയറൻസ് ആണ് ഇൻഡൻറ്റഡ് ഫോമിൽ ഉണ്ടാവുക. ഇടത് മാർജിനോട് ക്ലോസ് ആയിട്ടല്ല എല്ലാ വരികളും എഴുതുന്നത്. ഇടത് മാർജിനോട് ചേർത്താണ് എഴുതുന്നതെങ്കിൽ അത് ബ്ലോക്ക് ഫോമാണ്. അതോടൊപ്പം തന്നെ നമ്മളൊരു ബാലൻസ്ഡ് അപ്പിയറൻസ് ആണ് എങ്കിൽ അതിന് ഇൻഡൻറ്റഡ് ഫോം എന്നാണ് പറയുക. ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് 2 ഉദാഹരണങ്ങൾ 2 ബോക്സിലായിട്ട് തന്നിട്ടുണ്ട്. ബ്ലോക്ക് ലേഔട്ടിൽ എല്ലാ ലൈനുകളും ഇടത് ഭാഗത്തോട് ചേർത്ത് അല്ലെങ്കിൽ ഇടത് മാർജിനോട് ക്ലോസ് ആയിട്ട് എഴുതിയിരിക്കുന്നു. അതോടൊപ്പം ഇൻഡൻറ്റഡ് ലേഔട്ടിൽ സാധാരണ നമ്മൾ ഈ ഒരു രീതിയാണ് ഫോളോ ചെയ്യാറുള്ളത്. ഇവിടെ ഒരു ബാലൻസ്ഡ് അപ്പിയറൻസ് ആണ് ലെറ്ററിന് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മീനിങ് ഓഫ് കറസ്പോണ്ടൻസ്, ഇമ്പോർട്ടൻസ് ഓഫ് കറസ്പോണ്ടൻസ്, സ്ട്രക്ചർ ഓഫ് എ ബിസിനസ് ലെറ്റർ, ലേഔട്ട് ഓഫ് എ ബിസിനസ് ലെറ്റർ, ഇത്രയും ഭാഗങ്ങളാണ് ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി കൂടുതൽ ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ട് ചർച്ച ചെയ്യുക. ഇത്രയും നേരം ക്ലാസ് ശ്രവിച്ച എല്ലാവർക്കും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു ഓൾ.